പഴം ഭരിക്കാൻ പഴം ചിഹ്നത്തിൽ നമ്മുടെ സാരഥി സ്റ്റെല്ലയ്ക്ക് വോട്ട് ചെയ്യൂ, വിജയിപ്പിക്കൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. എടാ മാനെ പോയല്ലോ, ഒരു കിലോ പഴം എനിക്കൂടെ വേണോടാ. പഴമോ? പോയോടി അവന്മാര്. അമ്മച്ചേ, ഇതെന്താ ഉത്സവ ഫ്ലോട്ടാണോ ഇത്? ഫ്ലോട്ടല്ല, അവിടുന്ന് ഇറങ്ങി കാലയിൽ ആനയാടി മാനെ തെന്നി പോയി. അവന്മാര് പോയോടാ, പഴം കൊണ്ടുവന്ന വണ്ടി പോയോടാ. അയ്യോ, പഴം കൊണ്ടുവന്ന വണ്ടിയല്ല, പിന്നെ അനൗൺസ്മെന്റ് വണ്ടി പോയതല്ലേ? ആണോ? ഞാൻ ഓർത്ത് പഴം കൊണ്ടുവന്നായിരിക്കും. തലയോട്ടും തേച്ച് അത് ഇലക്ഷൻ അല്ലേ, പെൺപിള്ളേരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാം. സൂര്യപ്രകാശം അടിക്കുമ്പോ ചെമ്പിച്ച് നിൽക്കും. അതെങ്ങനെ ചാണകം തലേ തേച്ചാ ചെമ്പിക്കുന്നു? മൈലാഞ്ചി അല്ലേ? ഞാൻ മൈലാഞ്ചി ആയിരിക്കും. ഇതുപോലുള്ള മണക്ക് പിള്ളേരൊക്കെ ഇപ്പോഴും ഉണ്ടോ ഞാൻ ഈ ആലോചിക്കുന്നത്. അമ്മച്ചേ, ഞാൻ എത്ര നേരം കൊണ്ട് കാത്തിരിക്കുവായിരുന്നു അറിയാം. ഇത് വെയിറ്റ് ആൻഡ് ഷോട്ടല്ലേ കാത്തിരിക്കാൻ വേണ്ടിട്ട്? അതല്ലെന്ന്. പിന്നെ അമ്മച്ചി ഇന്നലെ എവിടെ ആയിരുന്നു അമ്മച്ചി? മനേടാ ഞാൻ അപ്പുറത്തെ നമ്മുടെ സുകുമാരന്റെ മാന്റെ കല്യാണമല്ലായിരുന്നു. ബാബാ ലിസ്റ്റിനകത്ത് പേരുണ്ടോ നോക്കണ്ട. അവന്റെ കല്യാണമല്ലായിരുന്നു സുകുവിന്റെ. അപ്പൊ പിന്നെ അമ്മച്ചി അവിടെ വരെ ഒന്ന് പോയി ഒന്ന് തല കാണിക്കാൻ വേണ്ടിട്ട്. അയലോക്കമല്ലേ നമ്മൾ. വിളിച്ചാ പിന്നെ പോകണ്ടേ? വിളിച്ചിട്ടൊന്നുമില്ലായിരുന്നു. വിളിച്ചില്ലേ? ഇല്ലില്ല. പിന്നെ എന്തിനാ പോയെ? അല്ല, അവിടെ ചെന്ന് ഇങ്ങനെ തല ഇങ്ങനെ കാണിക്കുമ്പോ തല കാണുമ്പോ വന്നിരുന്ന് വല്ലതും കഴിക്കാൻ പറഞ്ഞാൽ ചിക്കനൊക്കെ അല്ല കഴിച്ചിങ്ങി പോരാല്ലോ. അന്തസ്സില്ലാത്ത പരിപാടിയില്ലേ അമ്മച്ചി? എന്നാ പറഞ്ഞു? അന്തസ്സില്ലാത്ത പരിപാടിയില്ല. എനിക്ക് അന്തസ്സില്ലാത്തവളാണ്. അന്തസ്സില്ലാത്ത ഈ കടക്കാരോട് ചെടി നിനക്കറിയാം, നിന്റെ അപ്പനോട് ചോദിച്ചാൽ മതി, എന്നെ അറിയാൻ പാട്ട്. എനിക്ക് അന്നത്തില്ലെന്നോ പറഞ്ഞു കേട്ടോ. എന്നെ മകനെ എന്നെ ഈ കടയിലോട്ട് കെട്ടിച്ചോണ്ട് വരുന്ന സമയം നിന്നോട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് പിള്ളേർക്ക് അടിപ്പിക്കല്ല, തല അടിപ്പിക്കല്ലേ. ഈ കടയിലോട്ട് എന്നോട് കെട്ടിച്ചോണ്ട് വരുന്ന സമയം ആദ്യത്തെ 1 വർഷം എന്റെ കെട്ടിയോനാക്കി ചത്തുപോയി. എന്റെ 6 മക്കളെയും കൊണ്ടോട്ട് പട്ടിണിയും പലവട്ടുമായിട്ട് ഈ കുടിയിൽ ഞാൻ കിടന്ന അന്തസാട്ടാ ഞാൻ ജീവിച്ചത്. ഈ ചെല്ല അറിയാമോ? അതെ, പണ്ടത്തെ കാലമല്ലേ? പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെയാ. എന്നാലും ലോജിക്ക് മിസ്റ്റേക്ക് ഉണ്ട്. പണ്ടത്തെ കാലത്ത് അങ്ങനെ അല്ല, കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു പോയെന്നല്ലേ പറഞ്ഞേ? പിന്നെ 6 മക്കള് ഞാൻ ചത്തില്ലല്ലോ. അമ്മച്ചാലേ ഒരു കാര്യം ഞാൻ പറയാം, മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കരുത്. നിങ്ങളുടെ വീട്ടിൽ വലിയൊരു സംഭവം നടക്കാൻ പോയില്ലേ? എന്നാ സംഭവം? സ്റ്റെല്ല കുര്യാക്കോസ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അതാരാ സ്റ്റെല്ല കുര്യാക്കോസ്? നിങ്ങളുടെ മരുമോള്. കുഴിക്കണ്ടത്തിലെ സുഗണ്ണന്റെ മകള് ചെല്ല എന്നാ സ്റ്റെല്ലയാ ഞാൻ ആലോചിക്കുന്നത്. അതൊരു പവറിന് വേണ്ടി ഇട്ട പവറിന് വേണ്ടി. എന്റെ പൊന്നുമാനെ ഞാനൊരു കാര്യം പറയുക, ഞാൻ നിനക്കറിയാൻ മേലാത്തോണ്ടാ എന്റെ മകൾ കെട്ടിക്കൊണ്ട് വന്നത്. അവൻ മലമളാത്തിൽ കിടന്ന് കഷ്ടപ്പെടും അറിയാവുന്ന. എവിടെ? മറിമായത്തിലുണ്ട്. ഇല്ല, മറിമായ വല്ലെന്നെ മാരാവൻ കൺവെൻഷൻ അല്ലെന്നടാ. എന്നെ ദൈവമേ, എന്റെ കുഞ്ഞെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടും. അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. അവന്റെ വീർപ്പും ചോരയായി വീട്. അമ്മ കണ്ടിട്ടുള്ള ആ വീടിന്റെ അവളെന്നെ ഇറക്കി വിട്ട. ഞാൻ ഈ കുടിയിലാ കിടക്കുന്നു. ഈ തള്ള കുടിലി കിടക്കും അറിയാമോ? അവളെന്നെ ഇറക്കി വിട്ടത്. അവളെല്ലാം കഴിച്ചോ? എവിടെന്ന് ഈ തള്ള ജീവിച്ചിരിക്കുന്നത് എങ്ങനെ അവൻ ചിന്തിക്കുന്നുണ്ടോ? ആലില പോലുള്ള വയറാമാനെ പട്ടിണി കിടക്കുന്നോ? ആൽത്തറാന്ന് പറ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് കാണും, അല്ലാതെ ഇങ്ങനെ സംഭവിക്കാൻ വകുപ്പില്ല. ഞാൻ വിട്ടുകൊടുക്കൊന്നുമില്ല. ഞാൻ ഇത്തിരി മുറ്റ അങ്ങനെ അങ്ങ് വിട്ടാ കൊള്ളുവല്ലോ. അതുകൊണ്ട് പെണ്ണാന്ന് പറഞ്ഞാൽ ആൾ അടങ്ങിയിരിക്കണം. വിഷമിക്കേണ്ട കേസ് ഇട്ടില്ല. നമുക്കേ പഞ്ചായത്തിൽ നിന്ന് ഒരു മെയിൻ്റെനൻസിന് ശകലം പൈസ ഞാൻ മേടിച്ചു തരാം. ഇനി ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തോണ്ടായിരുന്നു ആര് നോക്കാനാടാ? അമ്മക്ക് കാര്യം പറഞ്ഞ ഈ വീടിന്റെ മെയിൻ്റെനൻസ് തേക്കാനും അതിനൊക്കെ ഇച്ചിരി പൈസ ഞാൻ മേടിച്ചു തരാന്ന് കാര്യമാണ് പറഞ്ഞ. നീ അത് പറഞ്ഞ അമ്മച്ചിയുടെ ആധാർ കാർഡിങ് എടുത്തേ അമ്മച്ചി. ആധാർ കാർഡിങ് അത് ഞാൻ 1 മിനിറ്റടാ. എടുക്ക പെട്ടെന്ന്. 24 മണിക്കൂറും കുളിക്കടവിൽ കിടന്ന് സർക്കസ് കാണിക്കുന്നവനാ. 85 വയസ്സുള്ള എന്റെ മുന്നിൽ കിടന്ന് പട്ടിക്കോ കാണിക്കുന്ന മറിയക്കുട്ടി. നിങ്ങളുടെ കാർഡിൽ മാനെ എനിക്കത് ഇത് എവിടാ മണ്ടൊക്കെ കൊണ്ട് വെച്ചേക്കുന്നതെന്ന് ആർക്കറിയാം. ഇത് എവിടാന്നും പറഞ്ഞു. ഒരു കുഴപ്പമില്ല. ഡേറ്റ് ഓഫ് ബർത്ത് അറിയാമോ? എന്ന് പറഞ്ഞു ഞാൻ ജനിച്ച സമയോ അങ്ങനെ വർഷമോ വല്ലോ ജനിച്ചെന്ന് പറയുമ്പോ മാനേടാ എനിക്ക് തോന്നുന്നേ എടാ നല്ല മഴ ഇടി ഉള്ളപ്പോഴാ ഞാൻ ഉണ്ടായത്. അമ്മച്ചി എന്തോ കൂണാണോ? നീ ഇറങ്ങടാ. കൂടുണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ. നമുക്ക് പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? എന്നാ പെൻഷൻ എന്ന് പറയുമ്പോ എന്നാ മാനെ 10,500 രൂപ കിട്ടും. അമ്മച്ചി ആണ്ടേ, നിങ്ങൾ മരുമോളും അമ്മായിമ്മയുടെ പോരൊക്കെ ഇവിടെ ഇത് നാടിന്റെ പ്രശ്നമാ. അമ്മച്ചി വന്ന് വോട്ട് കുത്തണം. എന്റെ മാനെ ഞാൻ വോട്ട് കുത്തത്തില്ല. അതിന് വേണ്ടി ഇവിടെ കട്ട കെട്ടി നിൽക്കണ്ട. ഇവിടെ നിറയ്ക്കും. ഞാൻ വോട്ട് കുത്തത്തില്ല. ഒരു വോട്ട് കുത്തിയാ മതി അമ്മച്ചി. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ വരും വന്നിട്ട്
എന്റെ ഇച്ചാനെ ഞാനൊന്ന് കാണും കണ്ണു നിറയെ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. അതങ്ങനെ 12 വർഷം മുമ്പ് മരിച്ചു നിങ്ങളുടെ ഇച്ചാൻ വന്ന് വോട്ട് കുത്തുന്നത്? അതാ ഞാനും ഈ ആലോചിക്കുന്നത്. എല്ലാ ഇലക്ഷനും ഇച്ചാൻ അങ്ങ് വന്ന് വോട്ട് കുത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നെ ഇച്ചാനെ ഒന്ന് കാണാലോ, അതാ ഞാൻ ഈ പറഞ്ഞത്. അത് ഞാനല്ല, അതന്നെ അങ്ങനെ അല്ല, അങ്ങനെ അതിനെ കള്ളവോട്ട് കുത്തുക എന്ന് പറയും. ഏമനായിരുന്നടാ പുള്ളി. ആണല്ലേ? കള്ള വോട്ട് ഇലക്ഷൻ വരുമ്പം പുള്ളി കുത്ത ഇങ്ങനെ ഇറങ്ങും അങ്ങോട്ട്. അതെ അമ്മച്ചി, ഈ കണ്ണും അതും ഇതൊന്നും കാണാതെ അവിടെ ഇവിടെയും പോയി കുത്തരുത്. ഇതാണ് അവിടുത്തെ വോട്ടിംഗ് മെഷീൻ. കാണിച്ചേ, ഇത് കണ്ടോ? കണ്ടോ കണ്ടോ? അതന്നെ, അതാരെ നമ്മുടെ ചെറിയാനച്ചായൻ നിൽക്കുന്നുണ്ട് അവിടെ. അതാ ചെറിയാനച്ചായൻ നിൽക്കുന്നുണ്ട്. അവന്റെ ചിഹ്നം എന്തുവാ? ചേന ചേന. അവന് ചൊറിച്ചില് കൂടുതലുള്ളതാ. അത് ഒന്നാമതാ. ഒന്നാമത്. രണ്ടാമത് ആരാ? മീനിക്കുട്ടി. അവള് പൊട്ടുമല്ലോ. അത് ചീനിച്ചട്ടിയാ. അത് എനിക്കറിയാമല്ലോ, അതല്ലേ പറഞ്ഞ ഞാൻ പൊട്ടുവന്ന്. പിന്നെ നമ്മുടെ സ്റ്റെല്ല ചേച്ചി, നമ്മുടെ ചേച്ചി പഴമാണ് ചിഹ്നം. അയ്യോ, അത് നീ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാനോ? ഈ വീട്ടിലെ ഏറ്റവും വലിയ പഴം അവളാ. അവളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത്. പിന്നെ ശരവന്തുണ്ട് കേട്ടോ. അവനെന്തുവാ? ഹെഡ്ഫോൺ വലിയ കാര്യമാക്കണ്ട. കാര്യമാക്കണ്ട. അപ്പൊ ഇത് നോക്കിക്കോണം കേട്ടോ. എനിക്ക് ഇതൊന്നും വേണ്ട. ഞാൻ ഇത് വന്നിട്ട് കാര്യമില്ല. ഞാൻ ഇതുമായിട്ട് വന്നിട്ട് എന്നാ കാര്യം അതാ ചോദിക്കുന്നത്. അത് വോട്ട് ചെയ്താൽ മതി. അമ്മച്ചി ഒരു വോട്ട് ചേച്ചിക്ക്. ആ സൗന്ദര്യം കണ്ട ആരായാലും വോട്ട് ചെയ്തു പോകും. ആരുടെ സൗന്ദര്യം? അതെ, ആ സൗന്ദര്യം കണ്ടില്ലേ ചേച്ചിയുടെ? കുളിര് കിടക്കുന്ന കടപ്പ് കണ്ട സൗന്ദര്യം. എടാ മാനെ, അതൊക്കെയാണോ സൗന്ദര്യം? എന്റെ കുഞ്ഞാ, നീ എന്നെ കണ്ടിട്ടില്ല ചെറുപ്പത്തില്? ഞാൻ കണ്ടിട്ടില്ല. അയ്യോ, നിന്റെ വല്യപ്പനോടൊക്കെ ചോദിക്കണം. എന്റെ പുറകെ നിന്ന് മാറും. വലിയ കുഞ്ഞാ, ഞാൻ 21 വയസ്സുള്ള സമയത്ത് അയ്യോ എന്നെ ഒന്ന് കാണും. അയ്യോ, ഞാൻ ഈ പഞ്ചായത്തിൽ കൂടെ ഒഴുകി നടക്കുമല്ലായിരുന്നോ? ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 85 വയസ്സായി. ഒഴുക്കാറായിട്ടുണ്ട് കേട്ടോ. ചേച്ചി ജയിക്കുന്ന കാര്യത്തിൽ ഉറപ്പാകണം. അതാ, അവള് ജയിക്കുകയല്ല. കാരണം ഞാൻ അമ്പലത്തിൽ കൊണ്ട് വിളക്ക് കൊടുക്കും. അവള് ജയിക്കുകയല്ല. അതല്ലെന്ന്. അവിടെ തലേ കൂടെ തുണിയിട്ടോണ്ട് നടക്കുന്ന ഞാൻ ഈ ചെല്ല കാണും ഞാൻ. അതല്ലെന്ന്. പിന്നെ ചേച്ചി പ്രസംഗവും ഒക്കെ കലക്കുവോ. നാട്ടുകാർ മുമ്പിൽ സെന്റിമെന്റ്സ് അടിച്ച് വോട്ട് പിടിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു ദിവസം കേട്ടപ്പോ കരഞ്ഞു പോയി. മഞ്ഞുരുകുന്ന ഒരു സമയത്ത് ഒരു പ്ലെയിൻ ക്രാഷിൽ എന്റെ പപ്പയും മമ്മിയും മരിച്ചു എന്ന് പറഞ്ഞപ്പം ആൾക്കാരെല്ലാം കരഞ്ഞുപോയി. ഇവളെങ്ങനെ ജീവിക്കുന്നു? ഈ നാക്കെടുത്ത് ആ പൊങ്ങാത്ത നുണ പറഞ്ഞ. എന്തുവാ? എന്നാ ഡിസംബർ മാസത്തിൽ മഞ്ഞുള്ള സമയത്ത് താണ്ടേ നല്ല കൂടെ കരോളിന് പോയതാ. പൊട്ടക്കണ്ടി വീണ് ചാർത്ത്. അതിനാ പ്ലെയിൻ ക്ലാസ് എന്ന് പറയുന്ന പ്ലെയിൻ ക്ലാസ്. അമ്മച്ചി, അതൊക്കെ വോട്ട് പിടിക്കാൻ ഓരോ തന്ത്രങ്ങളല്ലേ. അതുമല്ല, ചേച്ചിയുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ആരായാലും വീണു പോകും. പിന്നെ എന്താന്ന് കേക്കണോ? നിങ്ങൾ സുഖമായി ഉറങ്ങിക്കോളൂ, എപ്പോഴും സ്റ്റെല്ല അരികിലുണ്ട്. കൊതുക് തിരിയല്ല എന്ന് പറഞ്ഞു. ഞാൻ എഴുതിയ പാരഡി ഉണ്ട്. ചേച്ചി ജയിച്ചിരിക്കും. ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പാരഡി ഉണ്ട്. കേക്കണോ? ഇതിനകത്തോ? ഒന്ന് കേക്കട്ടെ. അതൊന്ന് കേട്ടെ. റെഡി? 1 2 3. ഞാൻ പാടി കേൾപ്പിക്കാം. കേക്കട്ടെ. ഒരു വോട്ടു നൽകൂ നിങ്ങൾ, പഴമാണ് നമ്മുടെ ചിഹ്നം. ഈ നാട്ടിൻ സാരഥിയാണ് കുഴിക്കണ്ടത്തിലെ ചെല്ലാമാ. അഹങ്കാരി പെണ്ണ അവള്, തള്ളെ പോലും നോക്കാത്തോൾ, എട്ടും പോട്ടും തിരിയാത്തന്റെ മോനെ കൊണ്ടുപോയവള. എനിക്ക് പഴവാ അമ്മച്ചി. അവളിപ്പോ ജയിച്ചേച്ച് ഇവിടെ എന്തോ മറിക്കാനാ? റോഡിലെ കുഴിച്ചല്ല ടൈലിടുമേ. ടൈൽ വിറ്റി വീടവൾ സ്റ്റൈലിലാക്കും. നാട്ടിലെ കൂട്ടും എന്നിട്ട് അവളും തന്നെയും കള്ളവാറ്റു വിൽക്കും. അറുതല പറയണ തള്ളയുടെ തലയിൽ ഇടിവെട്ടേക്കുള്ളേ. ഈ പറഞ്ഞ സാധനം നീ നിന്റെ ലെങ്കോട്ടി വെച്ചോ. അവളുടെ മുതുകലങ്ങി വിടുത്ത് വിളമ്പിയ ചവിട്ടി കൂട്ടും നിന്നെ. പിന്നെ എനിക്ക് അറിയാൻ മേലാഞ്ഞോട്ട് ചോദിച്ചാ അവളുടെ കാര്യം പറഞ്ഞോണ്ട് ഇവിടെ നിൽക്കാനാണ് ഞാൻ പൂർത്ത നേറിയാൻ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലെന്ന് ഞാൻ ചേച്ചിയോട് അമ്മച്ചിയോട് കണക്ക് പറയുന്നത്. ഈ വാർഡില് 2500 പേരുണ്ട്. അമ്മച്ചി, ഞാൻ കണക്ക് കാണിച്ചു തരാം. ഞാൻ കണക്ക് കാണിക്കാം. നീ ഒരു കണക്ക് അവള് ജയിക്കുകയാണെന്നുള്ള കാര്യം ഈ ചെല്ലക്കറിയാം. ഞാൻ പറയാം. നമ്മള് ഒരു ഉദാഹരണം. ഇതൊക്കെ ആരോട് കൊണ്ടു എന്നാ ഇത് 2500 പേരാന്ന് കൂട്ടിക്കോ. 2500 ഇതൂടെ ആക്കാം. നല്ലല്ലേ 2500 പേരാ. 2500 പേര് നമ്മുടെ ഈ വാർഡിലുണ്ട്. ഈ വാർഡില് SPSP കാര് ഒരു 250 പേര്. അത് നമുക്ക് വേണ്ട. ആ വോട്ട് നമുക്ക് വേണ്ട. പോട്ടെ, അത് പോട്ടെ. നമുക്ക് വേണ്ട. നമുക്ക് വേണ്ട. ഇവിടെ നോക്ക്. പിന്നെ JJSS കാര് അവരുടെ ഒരു 300 വോട്ടുണ്ട്. അത് നമുക്ക് വേണ്ട. പോട്ടെ. പിന്നെ ഒരു തപാലോട്ട് 20 എണ്ണം. അത് നമുക്ക് ഈ വന്നോളൂ. കണ്ടോ? പിന്നെ 10-15 പേര് മരിച്ചു പോയിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട. ആ കുഴി കിടക്കട്ടെ. പിന്നെ നമ്മുടെ സമുദായത്തിന്റെ വോട്ട് എങ്ങനെ പോയാലും 350 വോട്ട് നമുക്കുണ്ട്. അത് നമുക്ക് സേഫ്. അമ്മച്ച് പിടിച്ചത് നമ്മുടെ വോട്ട് കളയല്ലേ. ഇവിടെ അതുകൂടെ കിടക്കട്ടെ. അവിടെ കിടക്കട്ടെ.
പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാത്ത കുറച്ച് വോട്ടുകളുണ്ടല്ലോ 10-20 വോട്ടുകൾ അത് മറിക്കണം. അത് നമുക്ക് റെജിയോട് പറഞ്ഞാൽ മതി. തെക്കേലെ റെജി. അവൻ പിന്നെ ജീവിതമാർഗമുള്ള ഒരു ഓട്ടോ കൊണ്ട് മറിച്ചാൽ അവന് വോട്ട് മറിക്കാനാണോ? അതെ, അത് നമുക്ക് അങ്ങോട്ട് മാറ്റാം. ബാക്കി ഇത്രയും വോട്ടാണ് നമ്മുടെ ചേച്ചിയുടെ ഭൂരിപക്ഷം. ചേച്ചി ജയിക്കുന്നു, ഞാൻ ചേച്ചിയെ പൊക്കി എടുക്കുന്നു, അത്രേ ഉള്ളൂ. പോട്ടെ അമ്മച്ചി, ഞാൻ പോയി ചായയും കടിയും കടിച്ചിട്ട് വരാം. മാനേടാ എന്തോ എന്തോ അമ്മച്ചി? അമ്മ ഇവിടെ മാന് വേണ ചായ വേണ ഉണ്ടാക്കി തരാം. അപ്പൊ കടി അതില്ല പിന്നെ ഈ പണി നീ കാണിച്ചു നോക്കൂ. ഇതന്നെ കാണിച്ചു വെച്ചേക്കുന്നത്. ഞാൻ രാവിലെ രണ്ടേ കൊണ്ട് കൊടുക്കാനുള്ള ടൂലാണ്. നീ SPSP-കാരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചേ, ഈ ബൂത്തിലോട്ട് കൊണ്ടുവന്നു. നീ പിന്നെ KSSC-കാരെ ഇങ്ങോട്ട് വിളിച്ചേ. ആ സമുദായത്തിന്റെ ആൾക്കാരൊക്കെ എന്തിനാ എടുത്തിട്ടില്ല? അപ്പൊ തന്നെ നാല് പടിക്ക് പോയി സമുദായം. നമ്മുടെ സമുദായമല്ലേ? നീ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ, ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. ഇനി നീ അവിടെ കാര്യം പറഞ്ഞോണ്ട് ഇവിടെ നിൽക്കാനാണ് ഞാൻ നിന്റെ ഉള്ള കാര്യം ഞാൻ പറയുക. എന്റെ വായിലിരിക്കുന്ന പുഴുത്ത കയറി ഇറങ്ങി വിടുന്നു. അമ്മച്ചി, അമ്മച്ചിയുടെ ഓരോ വോട്ടിനായിരിക്കും ചിലപ്പം ചേച്ചി തോറ്റു വന്നത്. ചേച്ചി വരുന്നു, അമ്മച്ചി വരുന്നു, അവിടെ വരുന്നു, ഒരു വോട്ട് ചെയ്യുന്നു. ബിരിയാണി ഞാൻ മേടിച്ചു തരാം. എന്റെ പൊന്നു മോനെ, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വരത്തില്ല. ചെല്ല തണ്ടയ്ക്ക് പറഞ്ഞോളാം വരത്തില്ല. അല്ല പിന്നെ ഒരു കാര്യം ചെയ്യണം, ഞാൻ വരാം. പക്ഷേ എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. എന്തോ കണ്ടീഷൻ വേണം നമ്മൾ റെഡിയാക്കാം. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലെ പെണ്ണുങ്ങളെല്ലാം വിളിച്ചു വരുത്തിയേച്ച് ഈ സ്റ്റെല്ലയോട് പറയണം എന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്താൻ പറയാം. അത് ഞാൻ ചേച്ചി കൊണ്ട് മുട്ടുകുത്തിപ്പിക്കാം. അത് മാത്രം പോരാ, പിന്നെ എന്റെ കാല് അവിടെ കണ്ണീര് കൊണ്ട് കഴുകാൻ പറയണം. അതും കഴിയിപ്പിക്കാം. അത് മാത്രം പോരാ, പിന്നെ ഈ പഞ്ചായത്തിലെ ദേവത ഞാനാന്ന് പറയിപ്പിക്കണം. അത് വേണോ? അല്ല വേണ്ട, അത് ഞാൻ പറയിപ്പിക്കാം. ഇതെല്ലാം പറയിപ്പിക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ വന്ന് വോട്ട് കുത്താം. ഓക്കെ ആണോ? ഇതെല്ലാം ഞാൻ പറയിപ്പിക്കാൻ ചേച്ചിക്കുണ്ട്. ഇത് ആരോടാ ഈ പറയുന്നത് നിനക്കറിയാവോ? എന്തുവാ? കുഴിക്കണ്ടത്തിലെ സ്റ്റെല്ലേ അവള് ചെയ്യുന്നു, നിനക്ക് വല്ല ഉറപ്പുണ്ടോ? ഇപ്പം വെറും സ്റ്റെല്ലേ അല്ല ചേച്ചി, സ്ഥാനാർത്ഥിയല്ലേ. സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും. അത് ഞാൻ ജയിപ്പിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ. അതല്ലെന്ന്, അഥവാ ഇനി അവളെങ്ങാനും ജയിച്ചു കഴിഞ്ഞാലോ? അമ്മച്ചി കുറച്ച് കണ്ടീഷൻ ഇല്ലേ, 5 വർഷം അങ്ങോട്ട് തിരിച്ചു ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ.